والصلاة والسلام على رسول الكريم وعلى آله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فلما أحسوا بأسنا إذا هم منها يركضون. لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പരിപൂർണമായി ജീവിതത്തിൽ പകർത്തി മുത്തഖീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള മഹത്തായ ആ ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ അംബിയാഇൻ്റെ 11 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നാം പഠിച്ചത്. അല്ലാഹു അതെല്ലാം സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന സ്വാലിഹായ കർമ്മങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് 12, 13 ഈ 2 ആയത്തുകളാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വചനങ്ങളാണ്. ആ വചനങ്ങളൊന്ന് പാരായണം ചെയ്ത് നമുക്കതിലേക്ക് വരാം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. فلما أحسوا بأسنا فلما أحسوا بأسنا إذا هم منها يركضون. لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون. فلما
فلما أحسوا بأسنا إذا هم منها يركضون لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون കഴിഞ്ഞ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത 11-ാമത്തെ ആയത്തിൻ്റെ തുടർച്ചയാണ്. 11-ാമത്തെ ആയത്ത് നമുക്കൊന്നും കൂടി അർത്ഥം പറഞ്ഞു വരാം. വകം ഖസംനാ മിൻ ഖറിയത്തിൻ കാനത് ളാലിമതൻ വഅൻശഅനാ ബഅദഹാ ഖൗമൻ ആഖരീൻ. വകം എത്രയാണ് അല്ലെങ്കിൽ എത്രയോ, ഖസംന നാം നശിപ്പിച്ചിട്ടുണ്ട്, മിൻ ഖറിയത്തിൻ നാടുകളെ, കാനത്ത് ളാലിമതൻ അത് അക്രമം പ്രവർത്തിക്കുന്നതായിരുന്നു, വഅൻശഅനാ നാം ഉണ്ടാക്കുകയും ചെയ്തു, ബഅദഹാ അതിനുശേഷം, ഖൗമൻ ആഖരീൻ വേറെ ഒരു ജനതയെ. അപ്പോൾ ളാലിമീങ്ങളായ ഒരുപാട് നാടുകളെ അള്ളാഹു നശിപ്പിച്ച് അവിടെ വേറെ ഒരു ജനതയെ അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ നാശം ഈ ജനതയിൽ ഉണ്ടായ അവസരത്തിലുള്ള അവരുടെ സമീപനവും അതിന് അല്ലാഹു കൊടുക്കുന്ന ചില മറുപടികളുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്തുകളിൽ ഉള്ളത്. എന്തായിരുന്നു ആ ജനതയുടെ അവസ്ഥ? അല്ലാഹു പറയാ, ഫലമ്മാ അഹസ്സൂ. അഹസ്സ അഹസ്സ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചു, ബോധ്യമായി. അഹസ്സ അനുഭവിച്ചു, അതുപോലെ തന്നെ ബോധ്യമായി. അതാണ് ആ പദത്തിൻ്റെ അർത്ഥം. അനുഭവിച്ചു, ബോധ്യമായി. ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാൻ 3-ാമത്തെ അധ്യായം അതിൻ്റെ 52-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഫലമ്മാ അഹസ്സ ഈസാ മിൻഹുമുൽ കുഫ്ര. ഈസാ നബി അലൈഹിസ്സലാമക്ക് അവരുടെ കുഫ്ർ ബോധ്യമായപ്പോൾ, ഖാല അദ്ദേഹം പറഞ്ഞു, മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന്. അവിടെ അഹസ്സ എന്ന പദത്തിന് ബോധ്യമായി എന്നാണ്. ഇവിടെ അള്ളാഹു പറയുന്നത് ലമ്മ അഹസ്സു, ലമ്മ അവർക്ക് ബോധ്യമായപ്പോൾ, അവർ അനുഭവിച്ചപ്പോൾ. ഫ എന്ന് വന്നാൽ അങ്ങനെ, അപ്പോൾ എന്നൊക്കെയാണ് ആ ഹർഫിന് അർത്ഥം വരിക, അല്ലേ?
ഫലമ്മ അഹസ്സു, അവർ അനുഭവിച്ചപ്പോൾ. എന്ത്? ബഅ്സന. ബഅ്സന, ബഅ്സുൻ എന്ന പദം, ബഅ്സ്. ഇവിടെ ബഅ്സിന് അർത്ഥം ശിക്ഷ, അദാബ് എന്നതാണ്. ബഅ്സിന് ഇവിടെ അർത്ഥം അദാബ് എന്നാണ്. പല അർത്ഥങ്ങളിൽ വരുന്ന അറബി പദമാണ് ബഅ്സ്. പല അർത്ഥങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ രോഗികളായ ആളുകളെയൊക്കെ സമാധാനിപ്പിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? ലാ ബഅസ്, അല്ലേ? ലാ ബഅസ്, തഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാറുണ്ട്. അവിടെ എന്താണ് പിന്നെ ബഅസ് എന്നുള്ളതിന് അവിടെ നമ്മൾ പിന്നെ സാരല്ല, ഒരു കാര്യാക്കണ്ട, അള്ളാഹു ഇൻഷാ അല്ലാഹ് പടച്ചറബ് ശിഫയാക്കി തരും എന്ന രൂപത്തിലാണ് നമ്മൾ പറയാറുള്ളത് ബഅസ്. അതിന് നൽകപ്പെട്ട അർത്ഥങ്ങൾ നമുക്കിന്നിങ്ങനെ പെട്ടെന്ന് വായിച്ചു നോക്കാം. ഒന്ന്, ജുർഅത്ത്. ബഅസ് എന്നുള്ളതിന് നൽകപ്പെട്ട ഒരു അർത്ഥം ജുർഅത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യം, ധൈര്യം. അതുപോലെ തന്നെ ഖുവ്വത്ത്, ഖുവ്വത്ത് ശക്തി, ഖുവ്വത്ത്. അതുപോലെ ഹർബ്, ഹർബ് യുദ്ധം, യുദ്ധം എന്നർത്ഥത്തിൽ ബഅ്സ് വരുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ 177 ആയത്തിൽ കാണാം ബഅ്സ് യുദ്ധം എന്നർത്ഥത്തിൽ. അതുപോലെ തന്നെ അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷ. അതുപോലെ ഖൗഫ്, ഖൗഫ് ഭയം. അതേപോലെ തന്നെ ളററുൻ, ഉപദ്രവം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ്, അവിടെ ളറർ എന്നർത്ഥത്തിലാണ്. പടച്ചോനെ, ഈ ഉപദ്രവം നീ നീക്കിത്തരണം എന്ന രൂപത്തിലാണ്. അപ്പൊ ഇങ്ങനെ പല അർത്ഥങ്ങളിൽ എന്തുണ്ട്? ഈ പദം പ്രയോഗിക്കപ്പെട്ടതായി കാണുവാൻ സാധിക്കും. ഇവിടെ പണ്ഡിതന്മാർ നൽകിയ മഅന തയഖനു അന്നൽ അദാബ വാഖിഉൻ ബിഹിൻ കമാ വഅദഹും നബിയ്യുഹും. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ അവർക്ക് വാഗ്ദാനം ചെയ്ത അദാബ് അവരിൽ സംഭവിച്ച ആ സന്ദർഭം, അതാണ് ഫലമ്മാ അഹസ്സു ബഅ്സനാ, നമ്മുടെ ശിക്ഷ അത് അവർക്ക് അനുഭവിച്ചപ്പോൾ, അത് അവർക്ക് ബോധ്യമായപ്പോൾ എന്നർത്ഥത്തിലാണ്. അത് അവർ അനുഭവിച്ചപ്പോൾ, അതവർക്ക് ബോധ്യമായപ്പോൾ, അവർ പരിഹസിച്ചിരുന്ന അദാബ് അത് അവരിലേക്ക് ഇറങ്ങിയ ആ സന്ദർഭം, ഇദാഹും മിൻഹാ യർകുദൂൻ. ഇദാഹും, ആ സന്ദർഭം, അപ്പോഴതാ അവർ, ഇദാഹും, ആ ശിക്ഷ ഇറങ്ങിയ സന്ദർഭത്തിൽ അവർ, മിൻഹാ, ആ അദാബിൽ നിന്ന്, മിൻഹ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന്, യർകുലൂൻ, അവരെന്ത് ചെയ്യുന്നു? റക്കള എന്ന് പറഞ്ഞാൽ ശരിക്ക് ചാടിപ്പോയി എന്നാണ്. ഒന്ന് റക്കള, ചാടിപ്പോവുക. അതുപോലെ തന്നെ ഫറ, ഫറ, ഫറ എന്ന് പറഞ്ഞാൽ എന്താണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീ, വിരണ്ട് ഓടുക, വിരണ്ട് ഓടുക. ഇപ്പോ ഖുർആൻ സൂറത്തുൽ മുദ്ദസ്സിറിൽ അവസാന ഭാഗത്ത് അല്ലാഹ് പറഞ്ഞില്ലേ, എന്താണ്? ഫമാ ലഹും അനിത് തദ്കിറതി മുഅ്രിദീൻ, പിന്നെ കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ.
ആളുകൾക്ക് എന്താണ് സംഭവിച്ചത്? അവർ ഉത്ബോധനങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു. ഏതുപോലെ? വിശന്നു വലഞ്ഞ ഒരു സിംഹത്തിന്റെ മുന്നിൽപ്പെട്ട ഒരു കഴുത ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ ഉത്ബോധനങ്ങളിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്നു. അവിടെ ഫർറത്ത് മിൻ ഖസ്വറ. അപ്പൊ ഫർറ എന്ന് പറയും. അതുപോലെ തന്നെ ഹാറബ എന്നൊക്കെ പറയും. ഈ റക്കബ എന്നുള്ളതിന്റെ അർത്ഥം ഹാറബ. അപ്പോ വിരണ്ട് ഓടുക, ചാടിപ്പോവുക. അതേപോലെ സൂറത്തു സ്വാദ് ഖുർആനിലെ 38-ാം അധ്യായത്തിന്റെ 42-ാമത്തെ ആയത്തില് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഈ റക്കബ എന്ന പദത്തിനർത്ഥം ചവിട്ടി എന്നാണ് അർത്ഥം. അവിടെ ചവിട്ടി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ ശിക്ഷ അവരിലേക്ക് ഇറങ്ങിയപ്പോ മിൻഹ അതിൽ നിന്ന് യർകുദൂൻ അവരതാ ചാടിപ്പോകുന്നു, രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്ന്. അള്ളാന്റെ അദാബ് ഇറങ്ങിയപ്പോ അവര് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അള്ളാഹ് ഒരു കാര്യം ഇറക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മരണം, അള്ളാഹ് എന്താ പറഞ്ഞ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അപ്പൊ അള്ളാഹ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പിടികൂടുക തന്നെ ചെയ്യും. കാരണം അത് തടയാൻ, അല്ലേ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹ് പറഞ്ഞതല്ലേ, അള്ളാഹിനോട് നമ്മൾ പറയണ, പടച്ചോനെ നീ ഇറക്കിയത് തടയാൻ, നീ തടഞ്ഞത് ഇറക്കാൻ കഴിവുള്ള ഒരാളുമില്ല റബ്ബേ, അല്ലേ? കഴിവുള്ള ഒരാളുമില്ല എന്ന് നമ്മൾ അള്ളാഹുവിനോട് ദിനേന പറയുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച് ഇപ്പോ ഖുർആനിലൂടെ തന്നെ അള്ളാഹു നമ്മെ അറിയിച്ച യാഥാർത്ഥ്യമാണ് ഇപ്പൊ സൂറത്തു തൂർ, അല്ലേ? അതിന്റെ തുടക്കത്തിൽ അള്ളാഹ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ വസ്സഖഫിൽ മർഫൂഅ വൽ ബഹ്റിൽ മസ്ജൂർ. തൂർ പർവ്വതം തന്നെയാണ് സത്യം. അല്ലാഹ് പറയാ, ആകാശത്തെ പിടിച്ച്, അതുപോലെ തന്നെ ബൈത്തുൽ മഅമൂർ, അതേപോലെ തന്നെ കത്തിക്കപ്പെടുന്ന സമുദ്രം, ഇതൊക്കെ മുന്നിൽ വെച്ച് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹ് പറയാണ്, ഇന്ന അദാബ റബ്ബിക ലവാഖിഉ. അല്ലാഹുവിന്റെ അദാബ് എന്ന് പറഞ്ഞാൽ അത് ലവാഖിഉ, എന്ത് ചെയ്യും? സംഭവിക്കുക തന്നെ ചെയ്യും. മാലഹു മിൻ ദാഫിഉ. അത് തടയാൻ ആർക്കൊണ്ടും സാധ്യമല്ല. അത് തടയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയപ്പോ ഈ പരിഹസിച്ചിരുന്ന, നിഷേധിച്ചിരുന്ന ആളുകളൊക്കെ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ സമയത്ത് റബ്ബ് അതിന് കൊടുക്കുന്ന മറുപടിയാണ് അടുത്ത ആയത്തിൽ. ആ സന്ദർഭത്തിൽ അള്ളാഹു അവരോട് പറയുന്ന ചില വാക്കുകളാണ്. കാരണം അവരുടെ വീരവാദങ്ങള്, അല്ലേ? ശിക്ഷ എന്താ ഞങ്ങൾക്ക് ഇറങ്ങാത്തത്? ഇതൊക്കെ സത്യമാണെങ്കിൽ നീ പറഞ്ഞ ശിക്ഷ ഇങ്ങോട്ട് കൊണ്ടുവാ. പ്രവാചകന്മാരെ വെല്ലുവിളിച്ചത് ആ നിലക്കൊക്കെയായിരുന്നു.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ശത്രുക്കൾ പറഞ്ഞിരുന്ന വാക്കുകൾ എപ്രകാരമായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല 17-ാം അധ്യായം സൂറത്തുൽ ഇസ്റാ അതിന്റെ 92-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ശത്രുക്കൾ പറഞ്ഞിരുന്നു, മുഹമ്മദേ, താങ്കൾ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ കുറേ കണ്ടീഷൻ വെച്ചു. എന്താണ്? വഖാലു, അവര് പറഞ്ഞു, ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂആ. ഈ ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഒരു ഉറവ് ഒഴുക്കി തരുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കൂല. കണ്ടീഷൻ വെക്കുകയാണ്. ഔ അല്ലെങ്കിൽ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറാ. അല്ലെങ്കിൽ നിനക്ക് എന്തു വേണം? ഈന്തപ്പനയുടെ മുന്തിരിയുടെ ഒരു തോട്ടം ഉണ്ടാവണം. അതിനിടയിലൂടെ എന്തു വേണം? അരുവികൾ വേണം. ഔ അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ ജൽപ്പിച്ചതുപോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തണം. ഔ തഅതിയ ബില്ലാഹി വൽ മലായികത്തി ഖബീല. അല്ലെങ്കിൽ അല്ലാഹുവിനെയും മലക്കുകളെയും കൂട്ടം കൂട്ടമായി നീ കൊണ്ടുവരണം. ഔ അല്ലെങ്കിൽ യകൂന ലക ബൈത്തും മിൻ സുഖ്റുഫിൻ, നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാവണം. ഔ തർഖാ ഫിസ് സമാഇ, അല്ലെങ്കിൽ നീ ആകാശത്ത് കൂടി കയറിപ്പോകുന്നത് ഞങ്ങൾ ഇങ്ങനെ കാണണം. വലൻ നുഅ്മിന ലിറുഖിയിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉഹു. എന്നിട്ട് ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഞങ്ങളുടെ അടുത്തേക്ക് നീ ഇറക്കി കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കൂല. ഇങ്ങനെ കുറേ കണ്ടീഷനുകൾ. ആ സമയത്തൊക്കെ അവർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹ് പറഞ്ഞു, ഖുൽ, നബിയെ പറയ്, സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്. ഹൽ കുൻതു ഇല്ലാ ബശറർ റസൂല, ഞാൻ ദൂതനായ ഒരു മനുഷ്യൻ മാത്രമല്ലേ എന്ന് അവരോട് പറയാനാണ് അള്ളാഹു ആവശ്യപ്പെട്ടത്. അല്ലേ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം, ശുഐബ് നബി അലൈഹിസ്സലാമിനോടും അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞ വാക്കുകള് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. 26-ാം അധ്യായം അതിന്റെ 187-ാമത്തെ ആയത്തിൽ ശുഐബ് നബിയോടും ജനത പറഞ്ഞു, ഫഅസ്ഖിത് അലൈനാ കിസഫൻ മിനസ് സമാഇ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. നീ സത്യവാന്മാരിൽപ്പെട്ടവനാണെങ്കിൽ, നീ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ആകാശത്ത് നിന്നുള്ള കഷ്ണങ്ങൾ ഞങ്ങളുടെ മേൽ നീ വീഴ്ത്ത്, ഞങ്ങളൊന്ന് കാണട്ടെ. വെല്ലുവിളിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ നിഷേധിച്ചിരുന്ന ആളുകള്, അല്ലാഹു ശിക്ഷ ഇറക്കി നശിപ്പിക്കുന്ന ആളുകള്, അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ നിഷേധിച്ചു, കളവാക്കി. മാത്രമല്ല അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് പ്രവാചകന്മാർ ശക്തമായി താക്കീത് കൊടുത്തപ്പോ അതിനെയും പരിഹസിച്ചിട്ട്, എന്നാ പിന്നെ അതൊന്നും ഞങ്ങൾ കാണട്ടെ, എന്നിട്ട് മതി ബാക്കി എന്ന നിലയിലായിരുന്നു അവരുണ്ടായിരുന്നത്. സൂറത്തുൽ അൻഫാലിന്റെ 32-ാമത്തെ ആയത്തിൽ നോക്കൂ നിങ്ങൾ. വഇദ് ഖാലൂ,
അവര് പറഞ്ഞ സന്ദർഭം ഓർക്കുക. കളിയാക്കി പറഞ്ഞ വാക്ക് എത്ര ഗൗരവത്തോടു കൂടി എന്നറിയോ? അല്ലാഹുമ്മ, അള്ളാനെ വിളിച്ചിട്ടാ പറയണത്. അല്ലാഹുവേ, ഇൻകാന ഹാദാ ഹുവൽ ഹഖ്, ഇതു നിന്റെ മിൻ ഇൻദിക, നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറത്തും മിനസ്സമാ, നീ ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് കല്ല് വർഷിപ്പിക്കുകയോ അവ്ഇഅ്തിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ടുവരികയോ ചെയ്യുക. പരിഹസിച്ച് അള്ളാനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വരെ തയ്യാറായ ആളുകളായിരുന്നു. അത് പടച്ചറബ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നില്ല, ശിക്ഷ ഇറക്കുന്നില്ല. എല്ലാത്തിനും ഒരു സമയം അള്ളാഹു കൃത്യമായി കണക്കാക്കി വെച്ചിട്ടുണ്ട്. അജലിം മുസമ്മ. ആ സമയമായപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ അവരിൽ ഇറങ്ങി. ആ ശിക്ഷ ഇറങ്ങിയ സമയത്തുള്ള അവസ്ഥയാണ് അള്ളാഹ് പറയുന്നത്, ഇദാഹും മിൻഹാ യർകുലൂൻ. അവരെന്ത് ചെയ്യുന്നു? റക്കള എന്ത് ചെയ്യുന്നു? യർകുലൂൻ. അവർ എന്താ റക്കളക്ക് പറഞ്ഞത്? ഉറങ്ങാണെന്നോ? യർകുലൂൻ, അവർ ശിക്ഷ ഇറങ്ങിയപ്പോൾ അവരെന്തായി? ഓടിപ്പോവുകയാണ്. റക്കള എന്ന് പറഞ്ഞാൽ ഫറ, ഹാറബ, അല്ലേ? ഓടിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പൊ അള്ളാഹ് പറയാണ്, അടുത്ത ആയത്ത് നോക്കൂ, ലാ തർകുദൂ, ലാ തർകുദൂ, നിങ്ങള് ഓടിപ്പോകേണ്ട, നിങ്ങൾ ഓടിപ്പോകേണ്ട. എവിടുക്കാ നിങ്ങൾ ഓടണത്? നിങ്ങൾ ഓടരുത്. വർജിഉ, നിങ്ങള് മടങ്ങുകയും ചെയ്യുക. റജഅ, മടങ്ങി. ലാ തർകുദൂ, നിങ്ങൾ ഓടരുത്, നിങ്ങൾ ഓടരുത്. നിങ്ങൾ മടങ്ങണം. നിങ്ങൾ പിന്നെ എങ്ങനെ ഓടി രക്ഷപ്പെടാൻ പറ്റൂല. നിങ്ങൾ മടങ്ങണം. എവിടേക്ക്? ഇലാമാ, യാതൊന്നിലേക്ക്. മാ എന്ന് പറഞ്ഞാൽ യാതൊന്ന്. ഇലാമാ, യാതൊന്നിലേക്ക്. അതെന്താണ്? ഉത്രിഫ്തും ഫീഹി. ഉത്രിഫ്തും, അത്റഫ എന്ന് പറഞ്ഞാൽ സുഖഭോഗം നൽകി. അത്റഫ, സുഖഭോഗം നൽകി, സുഖം നൽകി. സുഖം നൽകി. അത്റഫ. മുത്തിരിഫീൻ എന്ന് അല്ലാഹു പറയുന്നുണ്ട്, സുഖിച്ച് ജീവിക്കുന്നവർ. പിന്നെ സൂറത്ത് ഹൂദ് 11-ാം അധ്യായത്തിന്റെ 116-ാമത്തെ ആയത്തിൽ കാണാം, ഫലൗലാ കാന മിനൽ ഖുറൂനി മിൻ ഖബ്ലികും ഉലു ബഖിയ്യത്തിൻ യൻഹൗന അനിൽ ഫസാദി ഫിൽ അർദി ഇല്ലാ ഖലീലം മിമ്മൻ അൻജയ്നാ മിൻഹും. ഭൂമിയിൽ നാശമുണ്ടാക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുന്ന നന്മയുടെ പാരമ്പര്യമുള്ള ഒരു വിഭാഗം നിങ്ങൾക്ക് മുമ്പുള്ള തലമുറകളിൽ നിന്ന് എന്തുകൊണ്ട് ഉണ്ടായില്ല? അല്ലാഹു പറയാണ്, വത്തബഅല്ലദീന ളലമു മാ ഉത്രിഫൂ ഫീഹി വകാനൂ മുജ്രിമീൻ. അക്രമകാരികൾ, നേരത്തെ പറഞ്ഞില്ലേ, കാനത്തു ളാലിമ, ഏതൊരു നാട് അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവര് അക്രമികളായിരുന്നു. ആ അക്രമങ്ങളിൽ പെട്ടതാണ് എന്ത്? മാ ഉത്രിഫൂ ഫീഹി, അവർക്ക് നൽകപ്പെട്ട
സുഖാഡംബരങ്ങളുടെ പിന്നാലെ പോയി. ഭൗതിക ലോകത്ത് കൊടുത്ത നിഅമത്തുകൾ ഉപയോഗിച്ച് ഇവിടെ പരമാവധി അടിച്ചു പൊളിച്ച് ജീവിച്ചു. വകാനു മുജ്രിമീൻ, അങ്ങനെ അവരെന്തായി? കുറ്റവാളികളായി തീർന്നു. അതേപോലെ തന്നെ ഖുർആനിന്റെ 17-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം, സൂറത്തുൽ ഇസ്റാ, അതിന്റെ 16-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖർയതൻ അമർനാ മുത്റഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹൽ ഖൗൽ ഫദമ്മർനാഹാ തദ്മീറാ. ഏതെങ്കിലും ഒരു രാജ്യം അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവിടെയുള്ള സുഖലോലുപന്മാർക്ക് നാം ആജ്ഞകൾ നൽകും. ആദ്യം അവിടെയുള്ള അള്ളാനെ മറന്ന് സുഖിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കും. അങ്ങനെ അത് വകവെക്കാതെ അവരെന്ത് ചെയ്യും? വീണ്ടും അവർ നയിച്ചുകൊണ്ടിരിക്കുന്ന ആ സുഖജീവിതത്തിന്റെ പിന്നാലെ പോകും. ആരാധനകളൊക്കെ മാറ്റിവെച്ച് ഹലാലും ഹറാമും ഒന്നും പരിഗണിക്കാതെ തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ അവർ വീണ്ടും തയ്യാറാകും. ആ സമയം എന്താകും? ഫഹഖ അലൈഹൽ ഖൗൽ, അല്ലാഹുവിന്റെ വാക്ക് അത് അവിടെ സ്ഥിരപ്പെടും. ഫദമ്മർനാഹാ തദ്മീറാ, ആ നാട് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു നാട് നശിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാല് അവിടെ അള്ളാനെ മറന്ന് ജീവിക്കുന്ന സുഖലോലുപന്മാരായ ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? കൃത്യമായി സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഈ ജീവിതത്തിൻ്റെ പാളിച്ചകളെക്കുറിച്ച്, ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചൊക്കെ അറിയിപ്പ് കിട്ടും. അവർ കേൾക്കും, അറിയും. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ അവർ ജീവിക്കുമ്പോൾ പിന്നെ അവസാനം ആ നാട് അള്ളാഹു പാടെ തകർത്തു കളയും എന്നതാണ്. സൂറത്തു അൽ മുഅ്മിനൂനിന്റെ 64-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹത്താ ഇദാ അഖദ്നാ മുത്റഫീഹിം ബിൽ അദാബ്, സുഖലോലുപന്മാരെ അല്ലാഹു ശിക്ഷയിലൂടെ ഇങ്ങനെ പിടികൂടും. ഇദാഹും യജ്അറൂൻ, അവരതാ നിലവിളി കൂട്ടുന്നു. അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു, പെട്ടെന്ന് റബ്ബിന്റെ പിടുത്തം വന്നു. അവർ ആ സമയത്ത് നിലവിളിക്കുന്നു. ആ സമയത്ത് അല്ലാഹു പിന്നെ അവരുടെ നിലവിളികളൊന്നും കേൾക്കൂല. അതിനൊന്നും അല്ലാഹു പിന്നെ അവരെ വെറുതെ വിടാൻ ആ നിലവിളികളൊന്നും കാരണമാകൂല എന്നർത്ഥം. അപ്പൊ അല്ലാഹു ഈ ശിക്ഷ ഇറക്കിയിട്ട് ഓടി രക്ഷപ്പെടുന്ന ആളുകളോട് പറയാണ്, ലാ തർക്കുദൂ, നിങ്ങൾ പോകരുത്. വർജിഉ ഇലാ മാ ഉത്രിഫ്തും ഫീഹി, നിങ്ങൾക്ക് നൽകപ്പെട്ട സുഖജീവിതത്തിലേക്ക് വരീം. അതൊക്കെ ഇട്ട് നിങ്ങൾ എവിടുക്കാ പോണത്? നിങ്ങൾ ജീവിക്ക്. ഇതിനെയൊക്കെ നേരിട്ട്, ഇതിനെയൊക്കെ തടഞ്ഞു നിർത്തി നിങ്ങൾ സുഖജീവിതം നയിക്ക്. നിങ്ങൾ മടങ്ങി വരൂ, നിങ്ങൾ ഓടിപ്പോകരുത്, തിരിച്ചു വരൂ. അള്ളാഹു പരിഹാസത്തോടു കൂടി വിളിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? ഞങ്ങളൊന്ന് കാണട്ടെ, ശിക്ഷ വരുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ എന്നൊക്കെ വെല്ലുവിളിച്ചവരായിരുന്നല്ലോ. അതുകൊണ്ട് വർജിഉ ഇലാ മാ ഉത്രിഫ്തും ഫീഹി, നിങ്ങൾക്ക് ഇതാ സുഖഭോഗം നൽകപ്പെട്ടിരിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരൂ. വമസാകിനികും, മസ്കന് മസാകിൻ അല്ലെ, വീടുകൾ, നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്കും നിങ്ങൾ മടങ്ങി വരൂ. നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്കും നിങ്ങൾ മടങ്ങി വരൂ. ലഅല്ലക്കും, നിങ്ങളായേക്കാം തുസ്അലൂൻ,
നിങ്ങൾ തുസ്അലൂൻ ചോദിക്കപ്പെടുന്നവരായിക്കാം, നിങ്ങളോട് ചോദിക്കപ്പെടുമായിരിക്കും. പരിഹാസത്തോടുകൂടി പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ തള്ളിക്കളഞ്ഞ ആളുകളാണല്ലോ. അപ്പൊ അവരെ അള്ളാഹു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അവരെ വിളിച്ചു വരുത്തുകയാണ്. നിങ്ങൾ പോകരുത്, ഒടുക്കും നിങ്ങളെ വീട്ടിലേക്ക് തന്നെ വരൂ. വീടൊക്കെ ഇട്ടെറിഞ്ഞ് ഓടുകയാണ്. പക്ഷേ അല്ലേ, ഇതൊക്കെ മനുഷ്യൻ ചോദിക്കും. യഖൂലുൽ ഇൻസാൻ യൗമഇദിൻ ഐനൽ മഫർ. അല്ലാഹ് പറഞ്ഞില്ലേ, ലോകത്തിന്റെ അന്ത്യം, ആ അന്ത്യം സംഭവിക്കുന്ന അവസരത്തിൽ ഓരോ അള്ളാഹു സംവിധാനിച്ച സംവിധാനങ്ങൾ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന അവസരം, ആ സമയത്ത് മനുഷ്യൻ പറഞ്ഞു പോകുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖിയാമയിലൂടെ പഠിപ്പിച്ചില്ലേ, യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. എവിടേക്കാണ് ഓടി രക്ഷപ്പെടുക? അന്ന് മനുഷ്യൻ പറഞ്ഞു പോകും. കാരണം സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രാദികള് എല്ലാം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന സമയം. അന്ന് മനുഷ്യൻ പറയും, യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. ഇതേ രൂപത്തില് ഈ ആളുകള് അള്ളാഹുവിന്റെ ശിക്ഷ വന്ന സമയത്ത് അവര് ഓടി രക്ഷപ്പെടുകയാണ്, ഓടി രക്ഷപ്പെടുക. പക്ഷേ അല്ലാഹ് പറയാണ്, ലാ തർകുദു വർജിഉ ഇലാ മാ ഉത്രിഫ്തും ഫീഹി. റൊക്കട്ടെറിഞ്ഞിങ്ങനെ പോയിട്ട് എന്താ കാര്യം? നിങ്ങൾ സുഖിച്ച് ജീവിക്കുന്നവരല്ലേ, ഇതാണ് ജീവിതമെന്ന് പറഞ്ഞവരല്ലേ. ഒരു അദാബ് നിങ്ങൾക്ക് ഇറക്കാൻ ആർക്കും സാധ്യമല്ല എന്നൊക്കെ വെല്ലുവിളിച്ചവരായിരുന്നല്ലോ. എന്നിട്ട് എവിടുക്കാ നിങ്ങൾ പോകുന്നത് എന്ന് അവരോട് അള്ളാഹു പരിഹാസത്തോടു കൂടി പറയാണ് അല്ലേ. ഇപ്പൊ ഇവിടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താന്ന് വെച്ചാല്, അള്ളാഹുവിൻ്റെ അദാബ് അത് പിന്നെ ഇറങ്ങാൻ കാരണമാകുന്ന തിന്മ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് ബോധ്യമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങുക. ഇല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചൊരു സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ നാം തൗബ ചെയ്ത് മടങ്ങിയാൽ ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടാം. അതല്ല, റബ്ബ് നിശ്ചയിച്ച ആ സമയം എത്തിക്കഴിഞ്ഞാൽ അവന്റെ അദാബ് നമ്മിൽ വരും, അവന്റെ അദാബ് നമ്മിൽ വരും. ആ അദാബ് നമ്മിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീടുള്ള നിലവിളികൾക്കൊന്നും എന്തില്ല, പ്രസക്തിയില്ല. പിന്നെ നമ്മൾ എന്തു പറഞ്ഞിട്ടും ഒരു പ്രയോജനം ഉണ്ടാവില്ല, ഒരു പ്രയോജനം ഉണ്ടാവില്ല. അത് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോ സൂറത്തു ലുഖ്മാൻ അല്ലേ, സൂറത്തുൽ ഇൻസാൻ അല്ലേ, സൂറത്തുൽ ഇൻസാൻ ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വിഷയം ഇതാണ്. എന്താണ്? അവസാന സമയത്ത് ഒരാൾക്കും അവരുടെ ഈമാന് അത് ഒരു ഗുണവും ചെയ്യുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അവസാന സമയത്ത് ആര് എന്തൊക്കെ പറഞ്ഞു ഒപ്പിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന വിഷയമാണ്. സൂറത്തു സജദ അതിൻ്റെ അവസാന ഭാഗത്താണ് അല്ലേ, അല്ലാഹ് പറയാണ്, പിന്നെ ലാ യൻഫഉല്ലദീന കഫറു ഈമാനുഹും, ലാ യൻഫഉല്ലദീന കഫറു ഈമാനുഹും.
നിഷേധികളായ ആളുകൾ അള്ളാഹുവിൻ്റെ അദാബൊക്കെ വരുന്ന സമയത്ത് അവരിൽ ഈമാനിൻ്റെ വർത്തമാനങ്ങൾ വരും. ഈമാനിൻ്റെ ആ നിലപാടുകളിലേക്ക് അവർ മടങ്ങും. പക്ഷേ ലാ യൻഫഉല്ലദീന കഫറൂ, ഒരു ഉപകാരം ഉണ്ടാവൂല. കാരണം അങ്ങനെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ, ആര് രക്ഷപ്പെടണം? ഫിർഔന് രക്ഷപ്പെടണമായിരുന്നു. എന്തൊക്കെ പറഞ്ഞു നോക്കി. അള്ളാഹുവിൻ്റെ അദാബ് ഇറക്കപ്പെട്ട അവസരത്തില് ഫിർഔന് പറഞ്ഞ വാക്കുകൾ എത്ര ദയനീയമായിരുന്നു അല്ലേ? അള്ളാഹു അത് നമുക്കെല്ലാവർക്കും വലിയ ഒരു പാഠമായി പഠിപ്പിക്കുന്നതാണ്. ഫിർഔനിന്റെ വാക്കുകൾ 10-ാം അധ്യായത്തിന്റെ 90-ാമത്തെ ആയത്തിൽ എന്താ ഫിർഔന്റെ വാക്ക്? ഖാല ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ, തീർച്ചയായും കാര്യമെന്ന് പറയുന്നത് ഒരു ഇലാഹുമില്ല, ഇല്ലല്ലദീ, ഒരുവനല്ലാതെ, ആമനത്ത് ബിഹി ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായീൽ ഏതൊരുവനിലാണോ വിശ്വസിച്ചിരിക്കുന്നത് അവനല്ലാതെ ഒരു ഇലാഹുമില്ല. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്. ഒരു കാര്യമില്ല. അതാണ് ഗൗരവത്തോടുകൂടി നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമാണ്. അള്ളാഹുവിൻ്റെ അദാബ് നമ്മിൽ, അത് മാരകമായ രോഗങ്ങളാവാം. ഇന്ന് ആരോഗ്യത്തോടുകൂടി നമുക്ക് നടക്കാൻ കഴിയുന്നു, ഇന്ന് ചെലവഴിക്കാൻ സമ്പത്തുണ്ട്, എന്നിട്ടും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് ഈ സമ്പത്തും ഈ ആരോഗ്യവും ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു പക്ഷേ റബ്ബിന്റെ അദാബ് ഇറങ്ങാം. ഇതെല്ലാം നഷ്ടപ്പെട്ട് ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയേക്കാം. അന്ന് ഇത്തരം വിലാപങ്ങൾ എത്ര തമ്മിലുണ്ടായാലും ശരി കാര്യമില്ല. മരിക്കുന്ന സമയത്ത് അവസരത്തിന് വേണ്ടി നിലവിളിക്കുന്നവന്റെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവൻ പറയും. അതങ്ങനെ പറഞ്ഞോട്ടെ, അതൊന്നും മെയിൻ ചെയ്യണ്ട, അതങ്ങനെ പറയും. ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന സമയത്ത് നാം റബ്ബിന് വേണ്ടി ആരോഗ്യത്തെ, സമയത്തെ, സമ്പത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള വിലാപങ്ങൾക്ക് അർത്ഥമില്ല. അത് റബ്ബിനെ പരിഹസിക്കല. അത്തരം ആളുകളെ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുമ്പോ റബ്ബിനെ പരിഹസിക്കുമ്പോ റബ്ബിന്റെ അദാബ് ഇറക്കപ്പെട്ട് പിന്നീട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചോർത്ത്, തിന്മകളെ കുറിച്ചോർത്ത് കണ്ണുനീര് വാർക്കുന്നവരെ അള്ളാഹ് പരിഹസിക്കുമെന്നാണ്. അതിന്റെ ഭാഗമാണിത്. ലാ തർക്കുലു വർജിഉ ഇലാ മാ ഉത്രിഫ്തും ഫീ വമസാകിനികും, വീട് വിട്ട് ഓടാണ്. അദാബ് ഇറങ്ങിയപ്പോ അള്ളാഹ് ചോദിക്കുക, എവിടേക്കാ നിങ്ങൾ പോണത്? നിങ്ങൾ വരും, വീട്ടിലേക്ക് വരൂ, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്ക നിങ്ങൾ എന്നവരോട് പറയാണ് അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അദാബ് നമ്മിലേക്ക് ഇറക്കപ്പെടാതെ നമുക്ക് ഇഹത്തിലും പരത്തിലും ബറക്കത്ത് ലഭിക്കണമെങ്കിൽ റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അത് കൃത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മെ കാത്തിരിക്കുന്ന ദുരന്തങ്ങളുടെ ആഴം അതിഭയാനകമാണ്. ആ ദുരന്തങ്ങളിൽ നാം പെട്ടുപോയാൽ തിരിച്ചു വരാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക. അതുകൊണ്ട് ഈ ആയത്തുകളിൽ നിന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ഞാനും നിങ്ങളും പുനർവിചിന്തനത്തിന് വിധേയമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ കണ്ടും നന്മകൾ കേട്ടും നന്മകൾ ചിന്തിച്ചും നന്മകൾ പ്രവർത്തിച്ചും ജീവിക്കാൻ സാധിക്കുന്ന
അത്തരത്തിൽ തൗഫീഖ് ലഭിച്ച ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകി നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങളേവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മരണത്തിൻ്റെ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാര്, പണ്ഡിതന്മാര്, അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി ഖബറിടങ്ങൾ സ്വർഗീയ പൂങ്കാവനമാക്കി ചേർക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളേവരെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.